ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ എക്സാമിനേഷനിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യുന്ന, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഈ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. തീർച്ചയായും ഓൾറെഡി എല്ലാ വിദ്യാർത്ഥികളും ഈ വർഷത്തെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 14 ചാപ്റ്റേഴ്സും ഒരുവിധം ഭംഗിയായി പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും പബ്ലിക് എക്സാമിനേഷന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുവാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള +1 2024 റിവിഷൻ ക്ലാസ്സസ് എന്ന പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ കണ്ടാൽ മതി. ഏതെങ്കിലും ചാപ്റ്റർ ഭംഗിയായി പഠിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ ജസ്റ്റ് ഒരു A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി +1 ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കണ്ടുപഠിച്ചാൽ നിങ്ങൾക്ക് A+ സ്കോർ ചെയ്യാനും സാധിക്കും. അതുപോലെ ആവറേജ് കുട്ടികൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു 40+ മതി എന്നുള്ള കുട്ടികൾക്ക് വേണ്ടി 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 3 പ്ലേലിസ്റ്റിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് പോർഷൻസ് പഠിക്കുക. ഇവിടെ നമ്മൾ 2024 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതിന് സമാനമായ ഇതേ നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററിന്റെയും ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് മനസ്സിലാക്കാം. അതുപോലെ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ പോർഷനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, സൊല്യൂഷൻ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ 2 ചാപ്റ്റർ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും എങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ സെറ്റ്സ് A = സെറ്റ് -1, B = സെറ്റ് 0, 2, 3. റൈറ്റ് A cross B. അതാണ് ഫസ്റ്റ് പാർട്ട്, സിമ്പിൾ വൺ. A cross B = സെറ്റ്, then എന്ത് ചെയ്യുക, ഓർഡേർഡ് പെയർസ് ഫ്രം A to B. ഓർഡേർഡ് പെയർ -1, 0, ഓർഡേർഡ് പെയർ -1, 2, ഓർഡേർഡ് പെയർ -1, 3. തീർന്നില്ല. ഓർഡേർഡ് പെയർ 1, 0, ഓർഡേർഡ് പെയർ 1, 2, ഓർഡേർഡ് പെയർ 1, 3. എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം വീണ്ടും സെറ്റിന്റെ നൊട്ടേഷൻ കൊടുക്കുക, വിച്ച് ഈസ് A cross B. ഇനി തിരിച്ച് B cross A ആണെങ്കിൽ ആദ്യം B എലമെന്റ്സ് എഴുതുക, സെറ്റ് ഇട്ടിട്ട് ഓർഡേർഡ് പെയർ 0, -1, ഓർഡേർഡ് പെയർ 0, 1, then ഓർഡേർഡ് പെയർ 2, -1, ഓർഡേർഡ് പെയർ 2, 1, then ഓർഡേർഡ് പെയർ 3, -1, then 3, 1. ഇത്തരത്തിൽ A cross B, B cross A കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിനേഷനും പ്രതീക്ഷിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം 2 number of elements in A into number of elements in B. So answer 2 into 3. ഇവിടെ 2 elements, ഇവിടെ 3 elements. So 2 that is equal to 64. മറ്റൊരു ഫോർമുല ഉണ്ട്, നമ്പർ ഓഫ് റിലേഷൻസ് = 2 n of A cross B, number of elements in A cross B. A cross B യിൽ എത്ര elements ഉണ്ട്? 6 elements ഉണ്ട്. So ഫോർമുല 2 6. അങ്ങനെയും പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് ക്യാപിറ്റൽ B. ഈ സെറ്റിന്റെ എല്ലാ സബ്സെറ്റും എഴുതുക. നമുക്കറിയാം നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. സോ അതാണ് ആദ്യത്തെ സബ്സെറ്റ്. ഓരോ എലമെന്റ് ആയിട്ട് എഴുതുക. ആദ്യം സെറ്റ് 0, then സെറ്റ് 2, സെറ്റ് 3. then 2 എലമെന്റ് ക്ലബ് ചെയ്ത് എഴുതുക. സെറ്റ് 0, 2, then സെറ്റ് 0, 3, then സെറ്റ് 2, 3. തീർന്നില്ല. ഫൈനലി സെയിം സെറ്റ് ഈസ് ഓൾസോ എ സബ്സെറ്റ്. സോ 0, 2, 3. അങ്ങനെ 8 സബ്സെറ്റുകൾ കിട്ടും അല്ലെ. 3 എലമെന്റ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് 2 3, 8 എലമെന്റ്സ്. ആ റിസൾട്ടും ഓർത്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ വിച്ച് ഇന്റർവൽ f of x = cos x increases from -1 to 0. cos x -1 നിന്ന് 0 ഇൻക്രീസ് ചെയ്യുന്നത് ഏത് ഇന്റർവെലിലാണ്? അപ്പോൾ ആദ്യം ഈ ഇന്റർവെല്ലിൽ ആദ്യത്തെ വാല്യൂ 0, എക്സിന് 0 എടുത്താൽ cos 0 എന്നാണ് 1 മുതലാണ് വാല്യൂ തുടങ്ങുന്നത്. അപ്പൊ ഇതല്ല നമുക്ക് ചോദിച്ചിട്ടുള്ള, അതല്ല. അപ്പൊ ഈ ഇന്റർവെൽ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് π/2, π. എക്സിന് π/2 കൊടുത്താൽ cos π/2, cos 90. കാൽക്കുലേറ്ററിൽ കൊടുക്കൂ, ആൻസർ 0, എന്ന് കിട്ടും. അതും അല്ല, അപ്പൊ അതും സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് π, 3π/2. എക്സിന് π കൊടുത്താൽ cos π, cos 180, -1 എന്ന് കിട്ടും. സോ 3π/2 വാല്യൂ ഇവിടെ കണ്ടെത്തുക. cos 3π/2,
കോസ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 എന്ന് പറയുന്നത് 0 ആണ്. അല്ലെങ്കിൽ 3π/2 എന്ന് പറഞ്ഞാൽ പൈ 180 ആണ്. 180/2 90. 90 into 3 270. cos 270 കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. സോ ഈ ഇന്റർവെലിൽ കോസിന്റെ വാല്യൂ -1 നിന്ന് 0 പോകുന്നതായി മനസ്സിലാക്കാം. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ലാസ്റ്റ് വൺ ശരിയാകത്തില്ല. 3π/2 ആൻസർ 0. 0 to +1 എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? ക്ലോസ്ഡ് ഇന്റർവെൽ π, 3π/2. നെക്സ്റ്റ് വൺ, sin x equal to 3/5. X lies in the second quadrant. Write the value of cos x. അല്ലെ, റൈറ്റ് ഓൾ ദ അതർ 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അങ്ങനെയാണ് സാധാരണ ചോദിക്കാറ്. ഇത് വൺ വേർഡ് ആയിട്ട് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഒരൊറ്റ വാല്യൂ മാത്രം കണ്ടാൽ മതി, കോസ് എക്സ്. അല്ലെ, ഒത്തിരി മാർഗങ്ങളുണ്ട്. ഇവിടെ ട്രയാങ്കിൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് സൈൻ എക്സിന്റെ വാല്യൂ. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയസ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു, ആംഗിൾ എക്സ് മാർക്ക് ചെയ്തു, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 3 എന്ന് കൊടുത്തു, ഹൈപ്പോട്ടനിയസ് 5 എന്ന് കൊടുത്തു. എങ്കിൽ ഈ സൈഡിന്റെ ലെങ്ത് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കറിയാം പൈതഗോറിയൻ ട്രിപ്ലെറ്റ് 3 4 5. അതനുസരിച്ച് ഡയറക്റ്റ് ആയിട്ട് 4 എന്ന് കൊടുക്കാം. നൗ ഈ ആംഗിളിനെ ബേസ് ചെയ്ത് കോസ് എക്സ് എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയസ് 4/5. പക്ഷേ കോസ് സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. സോ കോസ് എക്സ് ഈക്വൽ ടു -4/5. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, റൈറ്റ് ഡിഗ്രി മെഷർ ഓഫ് 5π/3. 5π/3 ഡിഗ്രിയിലോട്ട് മാറ്റണം. അതിനുവേണ്ടി ഫോർമുല 5π/3 ഇൻറ്റു 180/π. പൈ ക്യാൻസൽ ചെയ്തു. 180/3 60. 60 × 5 300. 300 ഡിഗ്രി എന്ന് കിട്ടും. സോ ഡിഗ്രിയിലോട്ട് കൺവെർട്ട് ചെയ്യാൻ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. തിരിച്ച് റേഡിയൻ മെഷറിലോട്ട് കൺവെർട്ട് ചെയ്യാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഇനിക്വാളിറ്റി. 4 - 3x/2 greater than or equal to 1 - x/4 -2. ഒത്തിരി കുട്ടികൾ തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, പക്ഷെ പല കുട്ടികളും സിംപ്ലിഫൈ ചെയ്ത് തെറ്റിച്ചു. പ്രാക്ടീസ് ചെയ്യുക സിംപ്ലിഫൈ ചെയ്ത്. സോ ഇവിടെ LCM അല്ലെ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഈച്ച് ടേമിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ചില ഈച്ച് ടേമിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതും ശരി തന്നെയാണ്, ഏതെങ്കിലും ഒരു രീതി ചെയ്യുക. സോ ഹിയർ മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ 4. ഇവിടെ 4 മൾട്ടിപ്ലൈ ചെയ്താൽ 4/2 എന്ത് കിട്ടും? 2 ഇൻറ്റു 4 - 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ 4 മൾട്ടിപ്ലൈ ക്യാൻസൽ ചെയ്തു, പിന്നെ 1 - x മൈനസ് ഇവിടെയും 4 മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 × 4 8. ഇനി 2 × 4 8. 2 × -3x -6x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ 1 - 8 എന്താണ്? -7. പിന്നെ ഈ -x അതുപോലെ. നെക്സ്റ്റ്, ഇവിടെയുള്ള എക്സിന്റെ ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. -6x, ഈ -x ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ +x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -7. അതുപോലെ +8 റൈറ്റ് സൈഡിൽ വരുമ്പോൾ -8. -6x + x എന്ന് പറഞ്ഞാൽ -5x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത് ആഡ് ചെയ്യുമ്പോൾ -15. -5 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു ഇനിക്വാളിറ്റിയെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇനിക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ്. സോ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതണം. സോ -15/-5. സോ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടി? 3. എക്സിന്റെ വാല്യൂ 3യോ അതിനേക്കാളും ചെറുതായിട്ടുള്ള റിയൽ നമ്പേഴ്സ്. സോ സൊല്യൂഷൻ സെറ്റ് ഈസ് ഓപ്പൺ ഇന്റർവെൽ -∞, 3. 3 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. ഇവിടെ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ, ഈക്വൽ ടു ഇല്ല എങ്കിൽ ഓപ്പൺ ഇന്റർവെൽ കൊടുക്കുക. ഇൻക്ലൂഡിംഗ് 3 എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈൻഡ് ദ നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻസ് out of a deck of 52 cards if there is exactly 1 ace in each combination. 52 കാർഡ് ഉണ്ട്, അതിൽ നിന്ന് 5 കാർഡ് എടുക്കണം. പക്ഷേ അതിൽ ഒരു കാർഡ് മസ്റ്റ് ആയിട്ട് എന്തായിരിക്കണം? എയ്സ് ആയിരിക്കണം. ഒരൊറ്റ കാർഡ് മാത്രമേ പാടുള്ളൂ. എക്സാക്ട്ലി 1 ace എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് എയ്സും ബാക്കി 4 കാർഡ് നോൺ എയ്സും ആയിരിക്കണം, എയ്സ് അല്ലാത്തതായിരിക്കണം. അപ്പോൾ മൊത്തം എത്ര എയ്സ് ഉണ്ട്? ഈ 52ൽ എയ്സ് കാർഡ് 4 എണ്ണമാണുള്ളത്. സോ അത് എത്ര രീതിയിൽ ചൂസ് ചെയ്യാം? 4C1 വേസ് അല്ലെ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. എന്താണ്? 4 എയ്സ് ഉണ്ട്, അതിൽ നിന്ന് 1 എടുക്കണം. ഹൗ മെനി വേസ് ഇറ്റ് ക്യാൻ ബി പോസിബിൾ? 4C1 ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു. ഇനി എയ്സ് അല്ലാത്ത എത്ര കാർഡ് ഉണ്ട്? മൊത്തം 52. അതിൽ 4 എണ്ണം മാറ്റിക്കഴിഞ്ഞാൽ 48. ആ 48ൽ നിന്ന് റിമൈനിങ് 4 കാർഡ്സ് സെലക്ട് ചെയ്യണം. സോ 48C4. അങ്ങനെ മൊത്തം 5 കാർഡ് സെലക്ഷൻ ആയി. സോ ഇവയുടെ പ്രോഡക്റ്റ് ആണ് റിക്വയർഡ് ആൻസർ. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് NC4 ഈക്വൽ ടു NC6. ഫൈൻഡ് NC8. രണ്ട് കോമ്പിനേഷൻ ഈക്വൽ ആണെങ്കിൽ n ഈക്വൽ ടു നിങ്ങൾക്കറിയാം a+b. സോ n ഈക്വൽ ടു 4 + 6 10 എന്ന് കിട്ടും. NC8 എന്ന് പറഞ്ഞാൽ
10C8 that is equal to 45 എന്ന് കിട്ടും കാൽക്കുലേറ്ററിൽ കൊടുത്താൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 25 ക്വസ്റ്റ്യൻസ് എക്സാമിനേഷന്റെ തലേ ദിവസം എക്സ്പെക്ട് ചെയ്തതിൽ സെയിം ക്വസ്റ്റ്യൻ ഉൾപ്പെട്ടു. നോക്കുക. റൈറ്റ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x plus 2y the whole raised to 2n a plus b the whole raised to n expand ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് n plus 1. അപ്പോൾ ഹിയർ ആൻസർ എന്തായിരിക്കും? 2n plus 1. Next, expand x plus 3/x the whole raised to 4 using binomial theorem. അല്ലേ? x plus 3/x the whole raised to 4 equal to ആദ്യം എന്ത് വരും? 4c0 ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ x raised to 4 പ്ലസ് 4c1. ഈ 4c0 1 ആണ്, അതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്. 4c1 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഈ ആദ്യത്തെ ടേമിന്റെ പവർ ഒന്ന് കുറയ്ക്കുക, x raised to 4 x ക്യൂബ് ആവും. സെക്കൻഡ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇൻറ്റു 3/x പ്ലസ് 4c2 that is 6. കാൽക്കുലേറ്റർ കൊടുക്കുക. ആദ്യത്തെ പവർ ഒന്ന് കുറഞ്ഞാൽ x സ്ക്വയർ, രണ്ടാമത്തെ പവർ ഒന്ന് കൂടിയാൽ 3/x the whole സ്ക്വയർ പ്ലസ് 4c3 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ പവർ ഒന്ന് കുറഞ്ഞ് x ആവും. ഇത് 3/x the whole ക്യൂബ് എന്നാവും. പ്ലസ് 4c4 അതിന്റെ വാല്യൂ 1. ഫസ്റ്റ് ടേം എലിമിനേറ്റ് ചെയ്തു, സെക്കൻഡ് ടേം റൈസ് ടു മാക്സിമം പവർ 3/x the whole raised to 4. സോ x raised to 4 പ്ലസ് ഇവിടെ 4 ഇൻറ്റു 3 എന്ന് കിട്ടും 12. എക്സ് ക്യൂബ് ബൈ എക്സ് സിംപ്ലിഫൈ ചെയ്താൽ x സ്ക്വയർ. ഇവിടെ 6 ഇൻറ്റു 9 54. അടുത്ത് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ ജസ്റ്റ് 54. ഇവിടെ ഒരു എക്സും എക്സ് ക്യൂബും ക്യാൻസൽ ചെയ്താൽ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ. 27 ഇൻറ്റു 4 എത്രയാണ്? 108. ലാസ്റ്റ് വൺ 81/x raised to 4. കുറച്ചുകൂടെ സിംപ്ലിഫിക്കേഷൻ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. മിക്കവാറും പബ്ലിക് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യത. പ്രാക്ടീസ് ചെയ്യുക സിംപ്ലിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫിഗർ ഗിവൺ ബിലോ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ എ ബി. എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ കാണുക. നിങ്ങൾക്കറിയാം ഇത് എക്സ് ഇന്റർസെപ്റ്റ് ആണ്. എക്സ് ഇന്റർസെപ്റ്റ് എന്താണ്? -4. ഹിയർ y ആക്സിസിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് അതാണ് y ഇന്റർസെപ്റ്റ്. y ഇന്റർസെപ്റ്റ് എന്താണ്? 3. സോ എക്സ് ഇന്റർസെപ്റ്റ് -4, y ഇന്റർസെപ്റ്റ് 3. ദെൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഫോർമുല x/a പ്ലസ് y/b ഈക്വൽ ടു 1. അതായത് x/-4 പ്ലസ് y/3 ഈക്വൽ ടു എന്താണ്? 1. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ്, ഫൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ ഒറിജിൻ ഫ്രം ദ ലൈൻ എ ബി. ഈ ഒറിജിനിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടെത്തണം. ഒറിജിൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് 0,0 അല്ലേ? അടുത്ത ഈ ലൈൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് ഫോർമുല അറിയാം. അപ്പൊ ഈ ലൈൻ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ വേണ്ടി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ കേട്ടോ. സോ -3x പ്ലസ് 4y ഈക്വൽ ടു എന്ത് കിട്ടും? -12. അത് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ +12 എന്ന് കിട്ടും. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ കിട്ടി. ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല ax1 പ്ലസ് by1 പ്ലസ് c ബൈ റൂട്ട് ഓഫ് s സ്ക്വയർ പ്ലസ് b സ്ക്വയർ. a -3 b 4 c -12 കൊടുക്കുക. അടുത്ത് റൂട്ട് ഓഫ് s സ്ക്വയർ പ്ലസ് b സ്ക്വയർ. എക്കും ബിക്കും വാല്യൂ കൊടുത്ത് x1 y1 0 ആണല്ലോ. x1 0 y1 0. അപ്പൊ ഇത് 0 ഇത് 0, c മാത്രം വരും. c എന്ന് പറഞ്ഞാൽ -12 ബൈ റൂട്ട് ഓഫ് s സ്ക്വയർ പ്ലസ് b സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 25. that is 5 എന്ന് കിട്ടും. സോ ഡിസ്റ്റൻസ് 12/5 എന്ന് കിട്ടും. ഓക്കെ, അത് വളരെ സിമ്പിൾ ആണ്, ചെയ്തു നോക്കുക. നെക്സ്റ്റ്, ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. സർക്കിളിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതുവരെ എക്സാമിനേഷന് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾസ് വിത്ത് റേഡിയസ് 5 units whose center lies on x-axis and passes through the point 2,3. We have to find equation of the circle with radius എന്താണ്? 5 units whose center lie on x-axis. നമുക്കറിയാം ജനറൽ ഇക്വേഷന്റെ സെന്റർ h,k, റേഡിയസ് r ആണെങ്കിൽ ഇക്വേഷൻ x - h the whole square plus y - k the whole square equal to r square. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. പക്ഷേ ഇവിടെ സെന്റർ എവിടെ ലൈ ചെയ്യുന്നു? എക്സ് ആക്സിസിൽ. അപ്പൊ സെന്ററിന്റെ y കോർഡിനേറ്റ് 0, അതായത് h,k യിൽ k എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഹിയർ സെന്റർ എന്തെന്ന് അസ്യൂം ചെയ്യുക? h,0. റേഡിയസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x - h the whole square പ്ലസ് k 0 ആണല്ലോ, y സ്ക്വയർ ഈക്വൽ ടു r എന്ന് പറഞ്ഞാൽ 25. r എന്ന് പറഞ്ഞാൽ 5 ആണ്, 5 സ്ക്വയർ അത് 25 എന്ന് എഴുതാം. സോ ഇതാണ് സർക്കിൾ. സർക്കിളിൽ ഉള്ള ഒരു പോയിന്റ് ആണ് 2,3. അതായത് ഈ പോയിന്റ് ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഈ ഇക്വേഷനിൽ എക്സിന് 2 വൈക്ക് 3 കൊടുക്കാം. എക്സിന് 2 കൊടുത്താൽ 2 - h the whole square പ്ലസ് വൈക്ക് 3 കൊടുക്കണം കേട്ടോ. y കോർഡിനേറ്റ് 3 സ്ക്വയർ ഈക്വൽ ടു 25.
2 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 9 16 എന്ന് കിട്ടും. റൂട്ട് എടുക്കുമ്പോൾ 2 മൈനസ് എച്ച് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 എന്ന് കിട്ടും. റൂട്ട് 16. അടുത്ത് 2 മൈനസ് എച്ച് ഈക്വൽ ടു ഒരു വാല്യൂ 4 ആണ്, മറ്റൊരു വാല്യൂ 2 മൈനസ് എച്ച് ഈക്വൽ ടു -4. അപ്പോൾ എച്ച് ഈക്വൽ ടു -2 ഒരു വാല്യൂ കിട്ടും. എച്ച് ഈക്വൽ ടു അല്ലേ +6 മറ്റൊരു വാല്യൂ കിട്ടും. ഈ രണ്ട് വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുത്താൽ ഇക്വേഷനായി 2 സർക്കിൾ കിട്ടും. ഒന്നാമത്തെ സർക്കിൾ കിട്ടാൻ എച്ചിന് -2 കൊടുക്കുക ഇവിടെ. അപ്പോൾ എക്സ് -2 അതായത് x + 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 25. ആൻഡ് മറ്റേ ഇക്വേഷൻ കാണാൻ എച്ചിന് 6 കൊടുക്കുക ഇവിടെ. അപ്പോൾ x - 6 ദ ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 25. 3 മാർക്കിനെക്കാളും വെയിറ്റേജ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ 3 മാർക്കിനാണ് ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin x by x that is equal to 1 അല്ലേ. അതിന്റെ ആൻസർ എന്താണ്? 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 മൈനസ് cos x by sin x. ഇതും ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 മൈനസ് cos x by x എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നാൽ നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ആ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിമിറ്റ് ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 മൈനസ് cos x by sin x. എക്സിന് നമ്മൾ ഡയറക്റ്റ് 0 കൊടുത്താൽ മേളിൽ 1 മൈനസ് cos 0 1 മൈനസ് 1 0/0 എന്ന് കിട്ടും. അപ്പോൾ വി ഹാവ് ടു സിംപ്ലിഫൈ ദിസ് ഫംഗ്ഷൻ. അതിനുവേണ്ടി ഫോർമുല അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല. പഠിക്കേണ്ട ഒരു ഫോർമുലയാണ് ഹാഫ് ആംഗിൾ ഫോർമുല. 1 മൈനസ് cos x എന്ന് പറഞ്ഞാൽ 2 sin സ്ക്വയർ x/2 എന്ന് എഴുതാം. 1 പ്ലസ് cos x ആണെങ്കിൽ 2 cos സ്ക്വയർ x/2 നോട്ട് ചെയ്യുക. ഓക്കെ. അതുപോലെ sin x ന്റെ ഹാഫ് ആംഗിൾ ഫോർമുല 2 sin x/2 cos x/2. ഇത് എവിടെ നിന്ന് കിട്ടുന്നു പിടി കിട്ടിയോ? sin 2x 2 sin x cos x എന്ന് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഹാഫ് ആംഗിൾ ഫോർമുലയാണ് sin x ഈക്വൽ ടു 2 sin x/2 cos x/2. 2 ക്യാൻസൽ, ഒരു സൈൻ ക്യാൻസൽ ചെയ്താൽ sin x/2 cos x/2 that is tan x/2. x ന് 0 കൊടുത്താൽ tan 0/2 tan 0 എന്ന് പറഞ്ഞാൽ 0. സോ ഇവിടെ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻ തീർച്ചയായും ലിമിറ്റും സർക്കിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും ചോയ്സിൽ പോയാലും നമുക്ക് 6 ക്വസ്റ്റ്യൻ കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റും. പബ്ലിക് എക്സാമിനേഷനും ഈ 1-2 ക്വസ്റ്റ്യൻ ഇതുപോലെ ടഫായിട്ട് ചോദിക്കും. ഈസി ആയിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് എഴുതുമ്പോൾ ആ സെക്ഷനിലുള്ള മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. നെക്സ്റ്റ് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, സെറ്റ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സെറ്റ് ബിൽഡർ ഫോം ഓഫ് ദ ഇന്റർവെൽ ലെഫ്റ്റ് ഓപ്പൺ -1, റൈറ്റ് ക്ലോസ്ഡ് 3 അല്ലെ. ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻക്ലൂഡിംഗ് എന്നാണ്, ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിംഗ്. അപ്പോൾ ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്ത്? x such that x element of r -1 less than x less than or equal to 3. -1 included അല്ല, കാരണം ഓപ്പൺ ആണ്. എന്നാൽ 3 ക്ലോസ്ഡ് ആണ്, അത് ഇൻക്ലൂഡഡ് ആണ്. സോ സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ x such that x element of r, -1 less than x less than or equal to 3 എന്ന് എഴുതാം. നെക്സ്റ്റ്, let u be the universal set and a be a subset of u, then a intersection a complement. എയിൽ ഇല്ലാത്ത എലമെന്റ്സ് ആണ് എ കോംപ്ലിമെന്റിലുള്ളത്. അപ്പോൾ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ആരുമില്ല എന്ന് പറഞ്ഞാൽ നൾ സെറ്റ്, വിച്ച് ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി, എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും എടുത്തെഴുതുക. സെറ്റ് 2 3 4 5. ഓക്കെ. നെക്സ്റ്റ്, ബി മൈനസ് എ. ബിയിൽ വേണം, എയിൽ പാടില്ല. ബിയിൽ 3 ഉണ്ട്, എയിലും ഉണ്ട്, പറ്റത്തില്ല. 4 ബിയിലുണ്ട്, എയിലില്ല, എഴുതണം. 5 ബിയിലുണ്ട്, എയിലില്ല. സോ ആൻസർ 4, 5. അടുത്ത എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്, ഈ സെറ്റിലും കോമൺ ആയിട്ടുള്ളത് 3 മാത്രം. സോ സെറ്റ് 3. അടുത്ത എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 2 3 4 5. ഇത് പോയിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളത് 2 3 4 5. ഈ 4 എലമെന്റ് പോയി കഴിഞ്ഞാൽ ബാക്കി 1ഉം 6ഉം. സോ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് 1, 6. നെക്സ്റ്റ്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x equal to 3 minus mod x. നിങ്ങൾക്കറിയാം മൈനസ് മോഡ് എക്സ്. മോഡ് എക്സിന്റെ ഗ്രാഫ് എന്താണ്? പ്ലസ് മോഡ് എക്സ് ആണെങ്കിൽ ഈ ഒറിജിനൽ ഇങ്ങനെ ഒടിഞ്ഞ് വി ഷേപ്പ് ഗ്രാഫ് അല്ലേ. അപ്പൊ അതാണ് മോഡ് എക്സ്. അപ്പൊ മൈനസ് മോഡ് എക്സ് എന്തായിരിക്കും? അതിന്റെ മിറർ ഇമേജ് അല്ലേ, അതിന്റെ റിഫ്ലക്ഷൻ. അത് ഇങ്ങനെ വരും അല്ലേ, ഈ 0. അതാണ് മൈനസ് മോഡ് എക്സ്. അപ്പൊ ഇങ്ങനെ ഊഹിച്ച് ചെയ്യാൻ കേട്ടോ, ഇങ്ങനെ പോയിന്റ് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. മൈനസ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്രാഫ്. ഈ മൈനസ് മോഡ് എക്സിൽ നിന്ന് എന്ത് ചെയ്യണം? 3 യൂണിറ്റ് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം, +3. അപ്പോൾ ഗ്രാഫ് 0യിൽ ഒടിയുന്നതിന് വരും, +3യിൽ ഒടിയും. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരും എന്ന് ഗസ് ചെയ്യാം.
അല്ല എങ്കിൽ ഇതേപോലെ എക്സിന് കുറച്ച് റാൻഡമായിട്ട് വാല്യൂസ് കൊടുത്ത് കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂ കണ്ടിട്ട് ഇവിടെ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുക അല്ലെ. 0ക്ക് നേരെ 3, എക്സ് 0 ആകുമ്പോൾ y3, അടുത്ത് എക്സ് 1 ആകുമ്പോൾ y2, എക്സ് ആണ് y2, അടുത്ത് 2 ആകുമ്പോൾ 1. സിംപ്ലിഫൈ ചെയ്ത് കണ്ടെത്തുക. ലെഫ്റ്റിലും റൈറ്റിലും കുറച്ച് പോയിന്റ്സ് ട്രേസ് ചെയ്യുമ്പോൾ ഗ്രാഫ് കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് സാധാരണ മോഡുലസ് ഫംഗ്ഷൻ തന്നെയാണ് ചോദിക്കുന്നത്. വ്യത്യസ്തമായ ഫംഗ്ഷൻസ് ആയിരിക്കും. മോഡ് എക്സ് -3, മോഡ് എക്സ് +2, മോഡുലസ് ഓഫ് എക്സ് +2, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ഈ ഫംഗ്ഷന്റെ റേഞ്ച് എഴുതുക. എന്താണ് റേഞ്ച്? y വാല്യൂ. ഈ ഫംഗ്ഷന്റെ y വാല്യൂ എവിടെ മുതൽ എവിടം വരെ? 3 മുതൽ ഇനി താഴോട്ട് -∞ വരെ. അങ്ങനെ എഴുതിയാൽ പോരാ, ഇന്റർവെലിൽ എഴുതുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. സോ ഈ ഫംഗ്ഷന്റെ y വാല്യൂ ഇനി താഴോട്ട് പോവുകയാണ് അല്ലേ. സോ -∞ മുതൽ 3 വരെ. സോ ലെഫ്റ്റ് ഓപ്പൺ -∞, 3 അത് ക്ലോസ്ഡ് ആണ് കേട്ടോ. ഓപ്പൺ ഇന്റർവൽ -∞, 3 അത് ക്ലോസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ അല്ലെ. റൈറ്റ് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ √4 - x². റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ x വാല്യൂ. ഈ ഫംഗ്ഷനിൽ എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുത്താൽ ഡിഫൈൻഡ് ആണ്. ഈ റൂട്ടിനകത്തിരിക്കുന്ന നമ്പർ എല്ലായ്പ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം, എങ്കിലേ വെൽ ഡിഫൈൻഡ് ആകത്തുള്ളൂ അല്ലെ. റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ എന്ന കോംപ്ലക്സ് ആയി. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകണമെങ്കിൽ ഈ റൂട്ടിനകത്തിരിക്കുന്ന നമ്പർ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അതായത് 4 - x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x², x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ, x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ -2നും +2നും ഇടയ്ക്കായിരിക്കണം, ഇൻക്ലൂഡിംഗ് ദാറ്റ് വൺ. സോ ഡൊമൈൻ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ -2, അല്ലേ. നമ്മൾ എക്സിന് -2ഉം +2ഉം ഉൾപ്പെടെ അതിനകത്തുള്ള ഏത് റിയൽ നമ്പർ കൊടുത്താലും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അതിനേക്കാളും ചെറിയ വാല്യൂ വലിയ വാല്യൂ കൊടുത്താൽ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. കാരണം റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വരും. അതും ഒരു അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് 5 + √2i by 1 - √2i in the form of a + ib. ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ ഡിവൈഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 5 + √2i by 1 - √2i അതുപോലെ എഴുതുക. ഇൻറ്റു ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. 1 - √2i അതിന്റെ കോൺജുഗേറ്റ് 1 + √2i, അത് മേളിലും മൾട്ടിപ്ലൈ ചെയ്തു താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. 5 × 1 5, 5 × √2i 5√2i, √2i × 1 √2i, √2iയും √2iയും മൾട്ടിപ്ലൈ ചെയ്താൽ 2i² ബൈ ഡിനോമിനേറ്റർ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാം. അല്ലെങ്കിൽ a + b × a - b എന്താണ്? a² - b², 1² - b², √2ന്റെ സ്ക്വയർ ഇൻറ്റു i², a + b × a - b, a² - b². ആ ഫോർമുലയാണ്. മേളിൽ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? i² എന്ന് പറഞ്ഞാൽ -1 എന്നറിയാം, സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് കേട്ടോ. i² - 1, 2 × -1 എന്താണ്? -2. ഡിനോമിനേറ്ററിലും ഇത് -1, -1 ഇവിടെ പ്ലസ്, √2ന്റെ സ്ക്വയർ എന്താണ്? 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 - 2 എന്താണ്? 3. 5 √2iയും 1 √2iയും ആഡ് ചെയ്താൽ 6 √2i എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 1 + 2 3. ഈ 3 കൊണ്ട് ഈ ടേമിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3/3 എന്ത് കിട്ടും? 1 പ്ലസ് 6 √2i by 3, 6/3 2 ആണല്ലോ, 2 √2i which is in standard form. ഇവിടെ റിയൽ പാർട്ട് 1, ഇമാജിനറി പാർട്ട് 2 √2. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാറുണ്ട്. സിംപ്ലിഫൈ ചെയ്തിട്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടെത്തുക. ഓക്കെ, ഇവിടെ അത് ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ്, റൈറ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 4 - 3i. ഇത് ഒത്തിരി വ്യത്യസ്തമായ രീതികളിൽ ചെയ്യാം. ഇതേപോലെ ഡിവിഷൻ ചെയ്തും ചെയ്യാം. അല്ലാതെ മറ്റൊരു ഫോർമുലയുണ്ട്. ഇസഡിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? z ബാർ ബൈ മോഡ് z². z ബാർ എന്ന് പറഞ്ഞാൽ 4 + 3i, മോഡ് z എന്ന് പറഞ്ഞാൽ മോഡുലസ് √4² + 3² √25, അതിന്റെ സ്ക്വയർ 25. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 + 3i by 25 എന്ന് കിട്ടും. അതാണ് കുറച്ചുകൂടി ഈസി. z ബാർ ബൈ മോഡ് z². അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, നോട്ട് ദ പോയിന്റ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചിട്ടുണ്ട്. സോ ഒരു 25% ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും മിനിമം, നോട്ട് ദ പോയിന്റ്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഈ വേർഡിൽ സം ലെറ്റേഴ്സ് ആർ റിപ്പീറ്റഡ്. സോ പെർമ്യൂട്ടേഷൻ വെൻ ഒബ്ജക്ട്സ് റിപ്പീറ്റഡ്, ആ ഫോർമുല അപ്ലൈ ചെയ്യണം. അത് നിങ്ങൾക്കറിയാം. n factorial by റിപ്പീറ്റ് ചെയ്യുന്ന
ഒബ്ജക്ട്സിന്റെ എണ്ണത്തിന്റെ ഫാക്ടോറിയൽ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു p3 ഫാക്ടോറിയൽ. ഈ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട് എത്ര എണ്ണമുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. സോ n എന്ന് പറഞ്ഞാൽ 12. അതിൽ i റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. n എത്ര പ്രാവശ്യം? 1 2 3. അപ്പൊ p1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് എൻസ് 3, p2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് d അത് 2 എണ്ണമേ ഉള്ളൂ 2, p3 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഈസ് അത് 4 എണ്ണമുണ്ട്, വേറെ ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഈ ഫോർമുല എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് സോ ഹിയർ എന്താണ് ഒരു വലിയ നമ്പറാണ് അല്ലേ, 16,63,200 അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്. ഈ 16,63,200 അറേഞ്ച്മെന്റ്സിൽ വൗവൽസ് ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്? In how many of these arrangements do all the vowels always occur together? അതാണ് അതിന്റെ സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ വൗവൽസ് ഒരുമിച്ച് വരണം അല്ലേ, എത്ര രീതിയിൽ നമുക്ക് പോസിബിൾ ആണ്? അപ്പോൾ വൗവൽസ് ഒരുമിച്ച് വരണമെന്ന് പറഞ്ഞാൽ ഇത്രയാണ്. 4 ഇ ഉണ്ട്, പിന്നെ ഇതിനകത്ത് ഐ എന്ന് പറയുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ, ഐ ഉണ്ട് ഇ ഉണ്ട്, വേറെ ആരെങ്കിലും വൗവൽസ് ഉണ്ടോ? ഇല്ല. ഇത് ഒറ്റ ബ്ലോക്ക് ആയിട്ട് വരണം. അപ്പൊ ഇത് 1 ആയി, മൊത്തം 12 ആയി അല്ലേ. ആ 12ത്തിൽ ഈ 5 എണ്ണം എന്താണ് ഒന്നായിട്ട് എടുക്കുന്നു. സോ ഇത് 1, ബാക്കിയുള്ള എന്താണ് എടുത്താൽ 7 + 1 മൊത്തം, അതായത് ഈ ബാക്കിയുള്ള എലിമെന്റ്സ് എഴുതാനെ ഡി 2 എണ്ണം എഴുതി, ഈ വൗവൽസ് ഒരുമിച്ച് വരുന്ന ഒറ്റ ബ്ലോക്ക് ആക്കി എഴുതി. നൗ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് അല്ലേ, എത്ര വരും? 1 2, ഇത് 1 ആണ്, 3 4 5 6 7 8. സോ നമ്പർ ഓഫ് ഒബ്ജക്ട് n എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ മേളിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 8 ഫാക്ടോറിയൽ ബൈ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നത് d 2 പ്രാവശ്യം, അപ്പോൾ 2 ഫാക്ടോറിയൽ, പിന്നെ n എത്ര പ്രാവശ്യം? 3, അപ്പോൾ 3 ഫാക്ടോറിയൽ. സോ തീർന്നില്ല. ഈ ബോക്സിനകത്തിരിക്കുന്നത് ഈ സാധനം ഉണ്ടല്ലോ, ഈ വവൽസ് ഒരുമിച്ച് വരുന്നത്, അത് ഇങ്ങനെ തന്നെ വരണമെന്നില്ല, വവൽസ് ഒരുമിച്ച് വരണം അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഐ ഇപ്പുറത്ത് വരാം, ഈ അപ്പുറത്ത് വരാം, അങ്ങനെ എത്ര രീതിയിൽ ഷഫിൾ ചെയ്യാം, ഇതിനെ എത്ര രീതിയിൽ ഷഫിൾ ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട് 1 2 3 4 5 5, അതിൽ റെപ്പറ്റീഷൻ ഉള്ളത് 4. സോ ആൻസർ ഇതിനെ എത്ര രീതിയിൽ ഷഫിൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ബേസിൽ ചെയ്യാം, നമുക്ക് അറേഞ്ച് ചെയ്യാം. സോ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇത് ഇൻറ്റു ഇത്. സോ 8 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ 16,800 എന്ന് കിട്ടും. അത് മനസ്സിലാക്കിയാൽ മാത്രമേ എക്സാമിനേഷന് ആൻസറിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് വീണ്ടും സ്ട്രൈറ്റ് ലൈൻ എന്ന് കേട്ടാലേ ചോദ്യകർത്താവിന് ഫിഗർ ആണ് ഓർമ്മ വരുന്നത്. നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, 2 ലൈൻ. ഇതാ ഒന്നാമത്തെ ലൈൻ, അതിന്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആണ്. രണ്ടാമത്തെ ലൈൻ L2 ആ L1 ഇന്റർസെക്ട് ചെയ്ത് പോകുന്നു, അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലെ, 90 ഡിഗ്രിയിലാണ് ഇന്റർസെക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഫൈൻഡ് സ്ലോപ്പ് ഓഫ് L1, ഈ ലൈനിന്റെ സ്ലോപ്പ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ആംഗിൾ തന്നാൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല tan θ. സോ സ്ലോപ്പ് ഈക്വൽ ടു tan 30. tan 30യുടെ ആൻസർ എന്താണ്? 1/√3. നെക്സ്റ്റ് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് L1. നമുക്ക് ഈ ലൈൻ L1 എന്ന് പറയുന്ന ലൈനിന്റെ എന്തറിയാം? സ്ലോപ്പ് അറിയാം. L1 എന്ന് പറയുന്ന ലൈൻ ഒറിജിനൽ കൂടെ പാസ് ചെയ്യുന്നു. ഒറിജിനൽ ഞാൻ 0,0. സോ ഒരു പോയിന്റ് അറിയാം, സ്ലോപ്പ് അറിയാം. ഇക്വേഷൻ ഓഫ് ദ ലൈൻ y-y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. x1 ഉം y1 ഉം 0 ആണ്. അപ്പോൾ അത് 2 0 ആയാൽ y ഈക്വൽ ടു mx എന്ന് കിട്ടും. y ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ 1/√3. സോ y ഈക്വൽ ടു 1/√3x എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇക്വേഷൻ ഓഫ് L2. ഈ ലൈനിന്റെ ഇക്വേഷൻ കാണണം. ഈ L2 എന്ന് പറയുന്നത് L1ന് പെർപെൻഡിക്കുലർ. അപ്പോൾ L2ന്റെ സ്ലോപ്പ് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. സ്ലോപ്പ് ഓഫ് L2 എന്ന് പറയുന്നത് L1ന്റെ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് L1ന്റെ സ്ലോപ്പ് m ആണെങ്കിൽ L2ന്റെ സ്ലോപ്പ് -1/m ആയിരിക്കും. L2ന്റെ സ്ലോപ്പ് എന്തായിരിക്കും? -1/m. അപ്പോൾ ഇവിടെ 1/√3 ആണ് L1ന്റെ സ്ലോപ്പ്. അപ്പോൾ L2ന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ -1/m, -1/1/√3, ദാറ്റ് ഈസ് -√3 എന്ന് കിട്ടും. സോ സ്ലോപ്പ് -√3. ഇനി നമുക്ക് കാണേണ്ട ഈ ലൈൻ ഈ പോയിന്റിൽ കൂടെ ടച്ച് ചെയ്യുന്നു, അപ്പോൾ പാസ് ചെയ്യുന്നു 4,0. അപ്പോൾ ഒരു പോയിന്റും അറിയാം. പോയിന്റ് എന്താണ്? 4,0. അത് x1 y1 എന്ന് എടുക്കുക, സ്ലോപ്പ് m -√3 എന്ന് എടുക്കുക. എങ്കിൽ ഇക്വേഷൻ ഓഫ് L2 വീണ്ടും നേരത്തെ അതേ ഫോർമുല y-y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. വാല്യൂസ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3x പ്ലസ് y -4√3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. Find coordinates of foci, vertices, eccentricity and length of latus rectum of the ellipse x²/4 plus y²/25 equal to 1. ഇവിടെ കറക്റ്റ് ചെയ്തോണേ, y²/25 equal to 1.
നമുക്കറിയാം രണ്ട് ടൈപ്പ് എലിപ്സ് ഉണ്ട്. എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് ചെറിയ നമ്പർ ആണെങ്കിൽ അത് ഫസ്റ്റ് ടൈപ്പ്, എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്നത് വലിയ നമ്പർ ആണെങ്കിൽ അത് ഒന്നാമത്തെ ടൈപ്പ്, ചെറിയ നമ്പർ ആണെങ്കിൽ അത് രണ്ടാമത്തെ ടൈപ്പ്. ഇവിടെ എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്ന ചെറിയ നമ്പർ, അതുകൊണ്ട് ഇത് രണ്ടാമത്തെ ടൈപ്പാണ്. രണ്ടാമത്തെ ടൈപ്പ് ആണെങ്കിൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഈക്വൽ ടു 1. അറിയാലോ, ചക്ക ഈ കമഴ്ത്തി ഇട്ടാൽ ദ ഇങ്ങനെ കിടക്കും, അതിന് കുത്തനെ എന്ന് വെച്ചാൽ ദ ഇങ്ങനെ ഇരിക്കും. അതാണ് ഈ എലിപ്സ് അല്ലേ. നാട്ടിൻ പുറത്തെ ചക്ക കണ്ടിട്ടുണ്ടോ? ചക്ക ചുവരിൽ കുത്തനെ വെച്ചാൽ ഈ രണ്ടാമത്തെ ടൈപ്പ് എലിപ്സ് ആണ്, ഇങ്ങനെ ഇരിക്കും അല്ലേ. ആ എലിപ്സ് ആണ് ഈ എലിപ്സ്. അപ്പോൾ ചെറിയ നമ്പറാണ് ബി സ്ക്വയർ, വലിയ നമ്പറാണ് എ സ്ക്വയർ. അത് ആണ് ഓർത്തിരിക്കാൻ എളുപ്പം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, അപ്പൊ എ എന്ന് പറഞ്ഞാൽ 5. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, അപ്പൊ ബി 2. ഉടൻ തന്നെ സി കാണണം. ഫോർമുല റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് 25 മൈനസ് 4 റൂട്ട് 21. ഫോക്കെ കാണുന്ന ഫോർമുല കുത്തനെ വെച്ചാൽ എന്നാണ് കോർഡിനേറ്റ് മാറും. 0, പ്ലസ് ഓർ മൈനസ് സി, 0, പ്ലസ് ഓർ മൈനസ് റൂട്ട് 21. അടുത്ത വെർട്ടിസസ് 0, പ്ലസ് ഓർ മൈനസ് എ, 0, പ്ലസ് ഓർ മൈനസ് 5. എക്സെൻട്രിസിറ്റി സി ബൈ എ റൂട്ട് 21 ബൈ 5. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഫോർമുല 2b സ്ക്വയർ ബൈ എ. പഠിക്കണം, പഠിച്ചാലേ മാർക്ക് കിട്ടൂ. 2 ഇൻറ്റു ബി സ്ക്വയർ 4, 2 ഇൻറ്റു 4 8 ബൈ 5, 8 ബൈ 5 എന്ന് കിട്ടും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈസ് ഇൻ 6th octant. ഇതും ചിലർക്ക് പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റിവിഷൻ ക്ലാസ്സിലും ഡീറ്റെയിൽഡ് ക്ലാസ്സിലും ഇത് കണ്ടെത്താനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് ടാബുലർ കോളം വരച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. ഇവിടെ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. 6th octant എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്. ഒന്നുകിൽ കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ കൊളീനിയർ. എക്സാമിനേഷന്റെ തലേ ദിവസം നമ്മൾ ഉൾപ്പെടുത്തിയ സെയിം ക്വസ്റ്റ്യൻ. 3 പോയിന്റ് തന്നിട്ട് കൊളീനിയർ. ആദ്യത്തെ പോയിന്റ് എ, രണ്ടാമത്തെ പോയിന്റ് ബി, മൂന്നാമത്തെ പോയിന്റ് സി എന്ന് എടുക്കുക. എന്നിട്ട് എ ബി കാണുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അറിയാലോ. റൂട്ട് ഓഫ് ഫോർമുലയൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. എളുപ്പവഴി എ ബി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എങ്ങനെയാ ചെയ്യുന്നത്? റൂട്ട് ഓഫ് 1 മൈനസ് മൈനസ് 2. എക്സ് കോർഡിനേറ്റ് കുറയ്ക്കൂ. 1 മൈനസ് മൈനസ് 2, 1 പ്ലസ് 2 അതിന്റെ സ്ക്വയർ 3 സ്ക്വയർ എന്ത് കിട്ടും? 9. അടുത്ത 2 മൈനസ് 3 മൈനസ് 1 അതിന്റെ സ്ക്വയർ 1. അടുത്ത 3 മൈനസ് 5 മൈനസ് 2 അതിന്റെ സ്ക്വയർ എന്താണ്? 3 മൈനസ് 5 മൈനസ് 2 അതിന്റെ സ്ക്വയർ 4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് 14 എന്ന് കിട്ടും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ബി സി ഇതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എ സി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അങ്ങനെ ഇത് റൂട്ട് 14 എന്ന് കിട്ടും. ഇവിടെ റൂട്ട് 56 അത് ഫാക്ടറൈസേഷൻ ചെയ്ത് 2 ടൈംസ് റൂട്ട് 14 എന്ന് എഴുതാം. അടുത്ത എ സി അത് റൂട്ട് 126 അതും ഫാക്ടറൈസേഷൻ ചെയ്ത് 3 ടൈംസ് റൂട്ട് 14 എന്ന് കിട്ടാം. ഇവിടെ എ ബിയും ബി സിയും ആഡ് ചെയ്താൽ 1 റൂട്ട് 14ഉം 2 റൂട്ട് 14ഉം ആഡ് ചെയ്താൽ 3 റൂട്ട് 14 എന്ന് കിട്ടും. എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി എന്ന് കിട്ടി. therefore the points are collinear. സിംപ്ലിഫിക്കേഷൻ നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, കണ്ട് പഠിക്കുക. സോ സം ഓഫ് 2 sides ഈക്വൽ ടു തേർഡ് സൈഡ്. therefore the points are collinear. ഒരേ ലൈനിൽ ലൈ ചെയ്യുന്ന പോയിന്റ്സിനെയാണ് എന്ത് പറയുന്നത്? കൊളീനിയർ പോയിന്റ്സ്. നെക്സ്റ്റ്, പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതും ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ആണ്. സാധാരണ സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ അല്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും, അത് സ്വാഭാവികം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. കൺസിഡർ ദ ഫോളോയിങ് ഇവന്റ്സ്. ആദ്യം എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? നിങ്ങൾക്കറിയാം. ഹെഡ് ഹെഡ് ഹെഡ്. അടുത്ത 2 ഹെഡ് ഉള്ളത് എഴുതുക. ഹെഡ് ഹെഡ് ടൈല്, ഹെഡ് ടൈല് ഹെഡ്, ടൈല് ഹെഡ് ഹെഡ്. അവസാനം ഒരു ഹെഡ് ഉള്ളത്. ഹെഡ് ടൈല് ടൈല്, ടൈല് ഹെഡ് ടൈല്, ടൈല് ടൈല് ഹെഡ്. ഫൈനലി ഹെഡ് ഒന്നും ഇല്ലാത്തത് ടി ടി ടി. ഇങ്ങനെ 8 എലമെന്റ്സ് വരും. ഈ എലമെന്റ്സിന്റെ സബ്സെറ്റുകളായിട്ട് വരുന്ന ഇവന്റ്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ നോ ഹെഡ് അപ്പിയേഴ്സ്. സോ എ ഈക്വൽ ടു ഇതിനകത്ത് ഹെഡ് ഇല്ലാത്ത ആര് മാത്രമാണ്? ലാസ്റ്റ് 1 എഴുതി. അടുത്ത ബി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 1 ഹെഡ് അപ്പിയേഴ്സ്. ഇതിനകത്ത് ഒരു ഹെഡ് മാത്രമുള്ളത് ഈ 3 അല്ലെ, ഒരൊറ്റ ഹെഡ് മാത്രമുള്ളത്, അത് എഴുതി. അടുത്ത സി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് അപ്പിയേഴ്സ്. കുറഞ്ഞത് 2 ഹെഡ്. അപ്പൊ 2ഓ അതിലധികമോ ഹെഡ്. അപ്പൊ 3 ഹെഡ് ഉള്ളത് എഴുതണം, 2 ഹെഡ് ഉള്ളതും എഴുതണം. അപ്പൊ 4 എലമെന്റ് വരും. ഈ ആദ്യത്തെ 4 അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് അപ്പിയർ എന്ന് പറയുന്ന ഇവന്റ്സിൽ വരുന്ന എലമെന്റ്സ് ആണ്. ആ 4 എഴുതി. ഇനി നമ്മൾ കാണേണ്ടത് വിച്ച് ഓഫ് ദം ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇതിൽ ഏതൊക്കെ ഇവന്റ്സ് ആണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്? നമുക്കറിയാം എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകണമെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്തായിരിക്കണം? നൾ സെറ്റ്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി കാണുക. എ ഇന്റർസെക്ഷൻ ബി, എ ഇതാണ് ബി ഇതാണ്, രണ്ടിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നൾ സെറ്റ്. എ ഇന്റർസെക്ഷൻ സി ഇതും ഇതുമായിട്ട്, അതും നൾ സെറ്റ്. അടുത്ത് ബി ഇന്റർസെക്ഷൻ സി അതും നൾ സെറ്റ്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് ആരുമില്ല. therefore the events A, B and C form a set of mutually exclusive events എന്ന് പറയാം.
Okay, finally find the probability of getting exactly two tails. Exactly two tails ഉള്ള എത്ര എണ്ണമുണ്ട്? Exactly two tails 1 2 3 എലമെന്റ്. So favorable cases 3 divided by total number of cases എത്രയായിരുന്നു? 8. So required probability equal to 3/8. അല്ലേ? ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. Question number 17. 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒന്നും പഠിക്കാത്ത കുട്ടികൾക്കും കാൽക്കുലേറ്റർ കൊണ്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ പ്രൂവ് ദാറ്റ് 3 sin π/6 into sec π/3 minus 4 sin 5π/6 into cot π/4 equal to 1 എന്ന് പ്രൂവ് ചെയ്യണം. 3 മാർക്കാണ്. ഓക്കെ, സോ ആദ്യം സൈൻ π/6, പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി നമുക്കറിയാം. സോ 180/6 എത്രയാണ്? 30. സോ സൈൻ 30 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. ആൻസർ എന്ത് കിട്ടും? 1/2. നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം. നെക്സ്റ്റ് സീക്ക് π/3, സീക്ക് 180/3 60, 660. 660 എന്തെന്ന് അറിയണമെങ്കിൽ cos 60 എന്തെന്ന് അറിയണം. കാൽക്കുലേറ്ററിൽ കൊടുക്കൂ. cos 60 1/2. അതിന്റെ റെസിപ്രോക്കലാണ് 660. സോ 2. നെക്സ്റ്റ് സൈൻ 5π/6 കാൽക്കുലേറ്ററിൽ കൊടുക്കൂ. സൈൻ 180/6 30, 30 into 5 സൈൻ 150. റിഡക്ഷൻ ഫോർമുല ഒന്നും പഠിക്കണ്ട. സൈൻ 150 ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 1/2 എന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? കോട്ട് π/4. കോട്ടിന് വേണ്ടി ടാൻ കാണുക. ടാൻ π/4, ടാൻ π/4 എത്രയാണ്? 1 ആണ്. 45 കേട്ടോ. π/4 മീൻസ് 45. ടാൻ 45 1 ആണെങ്കിൽ കോട്ട് 45 എന്ത് കിട്ടും? 1. ഇനി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തെഴുതുക. എന്നിട്ട് വാല്യൂസ് കൊടുക്കുക. 3 into ആദ്യത്തേത് എന്തായിരുന്നു? സൈൻ π/6 ദാറ്റ് ഈസ് എന്താണ്? 1/2. 3 into 1/2. ദെൻ എന്താണ്? സീക്ക് π/3 അതെന്തായിരുന്നു? 2 into 2 minus 4 into 1/2 into 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 minus 2 equal to 1 എന്ന് കിട്ടും, which is the right hand side we have to prove. Next question. cos 4x plus cos 3x plus cos 2x by sin 4x plus sin 3x plus sin 2x equal to cot 3x എന്ന് പ്രൂവ് ചെയ്യണം. മേളിൽ സം ഓഫ് 3 ടേംസ് ഡിവൈഡഡ് ബൈ അനദർ സം ഓഫ് 3 ടേംസ്. നമുക്ക് സം ഓഫ് 2 ടേംസ് ആണെങ്കിൽ ഒത്തിരി പ്രോബ്ലംസ് ടെക്സ്റ്റിലുണ്ട്. ഈ സെയിം ക്വസ്റ്റ്യനും ടെക്സ്റ്റിൽ ഉള്ളത് തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയ ഗ്രൂപ്പിംഗ് ചെയ്യണം. നമുക്ക് cos a plus cos b എന്ന ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രാക്ഷൻസ് വരാതിരിക്കാൻ ഈ 3 ഇങ്ങോട്ട് മാറ്റുന്നു, ഈ 2x പുറത്തെടുക്കുന്നു. അതുപോലെ ഡിനോമിനേറ്ററിലും, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തെഴുതുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിംഗ് ശ്രദ്ധിക്കുക. cos 4x plus cos 2x, ഈ cos 3x മാറ്റി വയ്ക്കുക. ഡിനോമിനേറ്ററിലും sin 4x plus sin 2x plus sin 3x എന്ന് എഴുതുക. ഇനി ആദ്യത്തെ മേളിൽ എന്താണ് ഫോർമുല? cos a plus cos b. ഇത് ഓർത്തിരിക്കാൻ ഷോർട്ട് കട്ട് ഫോർമുല നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. c plus c 2cc അല്ലേ? ഓർമ്മയുണ്ടല്ലോ. 2cc എന്ന് പറഞ്ഞാൽ 2 cos. ആദ്യം ആംഗിൾ കൂട്ടുക, then dividing by 2. c plus c cos a plus cos b 2 cos a plus b by 2. 4x ഉം 2x ഉം ആഡ് ചെയ്താൽ 6x by 2 എന്ന് ഒറ്റ സ്റ്റെപ്പ് എഴുതാം കേട്ടോ. അടുത്ത ഡിനോമിനേറ്റർ ഈ പ്ലസ് കോസ് 3x അതുപോലെ ലാസ്റ്റിൽ എഴുതുക. ഡിനോമിനേറ്ററിൽ s plus s sin a plus sin b. sin a plus sin b എന്ന് പറഞ്ഞാൽ 2 sin a plus b by 2 into cos a minus b by 2. അതാണ് ഫോർമുല. അപ്പോൾ 2 sin 4 ഉം 2 6x by 2 എന്ന് എഴുതാം. അടുത്ത c cos 4x minus 2x by 2 എന്ന് എഴുതാം. അവസാനത്തെ അതേപോലെ എഴുതാം. ഫോർമുല പഠിക്കണം, പഠിക്കാതെ ഒരു രക്ഷയുമില്ല. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 cos 3x into cos x plus cos 3x താഴെ 2 sin 3x into cos x plus sin 3x. പല പിള്ളേരും ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കോസും എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. തെറ്റ്. ഈ കോസും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഈ മേളില് രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കുക. ഇവിടെയും cos 3x ഇവിടെയും cos 3x അത് ഔട്ട്സൈഡ് എടുത്താൽ പിന്നെ റിമൈനിങ് ടേം 2 cos x plus 1 ബൈ ഇവിടെ നിന്ന് sin 3x ഔട്ട്സൈഡ് എടുത്താൽ 2 cos x plus 1 cos 3 ഇതും സെയിം ടേം ക്യാൻസൽ ചെയ്യാം. ബാക്കി cos by sin അതിനെയാണ് എന്ത് പറയുന്നത്? cot 3x which is the right hand side we have to prove. ട്രിഗണോമെട്രിക് ഫോർമുല പഠിക്കണം, പഠിച്ചാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും ഇതേപോലത്തെ 4 ഫോർമുല ഉണ്ട്. ഇവിടെ 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റു 2 ഫോർമുല കൂടെ പഠിക്കുക. നെക്സ്റ്റ് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം കഴിഞ്ഞ വർഷം സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് എസ്ഐ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷേ ഈ വർഷം എല്ലാവരുടെയും പ്രഡിക്ഷൻസ് തെറ്റിച്ചുകൊണ്ട് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് എസ്ഐ ക്വസ്റ്റ്യൻ ചോദിച്ചത്. 4 മാർക്കായിരുന്നു ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് കഴിഞ്ഞ വർഷങ്ങളിൽ. ഈ വർഷം അത് 6 മാർക്കായി മാറിയിട്ടുണ്ട്. സോ പബ്ലിക് എക്സാമിനേഷനും ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കും എസ്ഐ ക്വസ്റ്റ്യൻ. സോ ഈ ചാപ്റ്ററിലെ മോർ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക.
the fourth term of a geometric progression is square of its second term and the first term is -3. Find the seventh term. നമുക്ക് ഫസ്റ്റ് ടേം -3, അപ്പൊ a ഈക്വൽ ടു -3 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത് തന്നിട്ടുള്ള കണ്ടീഷൻ ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് സെക്കൻഡ് ടേം. ഫോർത്ത് ടേമിനെ a4 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് സെക്കൻഡ് ടേം, a2ന്റെ സ്ക്വയർ. അതായത് a4 കാണുന്ന ഫോർമുല എന്ത് ടേം കാണുന്ന ഫോർമുല a ഇൻറ്റു r റൈസ് ടു n മൈനസ് 1. അപ്പോൾ ഫോർത്ത് ടേം എന്തായിരിക്കും a ഇൻറ്റു r ക്യൂബ്. സെക്കൻഡ് ടേം എന്തായിരിക്കും a ഇൻറ്റു r റൈസ് ടു 1, അത് a. പിന്നെ ഹോൾ സ്ക്വയർ ഉണ്ട്. a r ക്യൂബ് ഈക്വൽ ടു s സ്ക്വയർ r സ്ക്വയർ. ഒരു a r കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോമൺ റേഷ്യോ r ഈക്വൽ ടു a എന്ന് കിട്ടും. ഡിവൈഡിങ് ബൈ a r ചെയ്യുമ്പോൾ a ഈക്വൽ ടു r, അതായത് കോമൺ റേഷ്യോ എന്തെന്ന് കിട്ടും, -3 എന്ന് കിട്ടും. We have to find seventh term. Seventh term കാണുന്ന ഫോർമുല a into r raised to 6. a എന്തായിരുന്നു, -3. കോമൺ റേഷ്യോയും -3 raised to 6. -3 raised to 7 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ -2187 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ടേംസ് ഓഫ് ദ GP 3, 3/2, 3/4 etc. are needed to give the sum 3069/512? മറ്റൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, നോട്ട് ദ പോയിന്റ്. ഒത്തിരി എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ GPയുടെ എത്ര ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ സം കിട്ടുന്നത്? അത് ചെയ്യുന്നതിന് വേണ്ടി ഈ GPയുടെ ഫസ്റ്റ് ടേം 3, കോമൺ റേഷ്യോ എന്താണ്, ഒരു 1/2 ആണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പോൾ കോമൺ റേഷ്യോ 1/2, ഇത്രയും നമുക്ക് എടുത്തെഴുതാൻ സാധിക്കണം. സോ ഫസ്റ്റ് ടേം 3, കോമൺ റേഷ്യോ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടി. അപ്പോൾ സം ഓഫ് സർട്ടൺ ടേംസ് ഈക്വൽ ടു 3069/512 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ SN ഈക്വൽ ടു എഴുതി. ഇവിടെ കോമൺ റേഷ്യോ ഒന്നിനേക്കാളും ചെറുത്, അപ്പൊ സം കാണുന്ന ഫോർമുല a ഇൻറ്റു 1 - r റൈസ് ടു n ബൈ 1 - r ഈക്വൽ ടു ഈ സം അതുപോലെ എഴുതുക. എയുടെ വാല്യൂ എന്തായിരുന്നു, 3, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 ഇൻറ്റു 1 - r-ന്റെ വാല്യൂ 1/2, 1/2 റൈസ് ടു n ബൈ 1 - 1/2 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ എഴുതുക. നെക്സ്റ്റ് 3 ഇൻറ്റു 1 - 1/2 റൈസ് ടു n ബൈ 1 - 1/2 1/2 അല്ലെ. അടുത്തത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ രണ്ട് മേളിൽ പോകുമ്പോൾ 6 ആവും, അതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ 2 ഇൻറ്റു 3 6 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് അതുപോലെ റൈറ്റ് സൈഡ് അതുപോലെ ഈ 6 ഇൻറ്റു ഡിവൈഡ് ചെയ്യുന്നു. സോ ലെഫ്റ്റ് സൈഡിൽ 1 - 1/2 റൈസ് ടു n ഈക്വൽ ടു 3069/512 ഇൻറ്റു എന്ത് വരും, 1/6, കാരണം ഈ 6 നേരെ താഴെ വരുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 - 1/2 റൈസ് ടു n ഈക്വൽ ടു 1023/1024 എന്ന് വരുന്നു. നെക്സ്റ്റ് വീണ്ടും ഇത് ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്നു. ഇത് ഈ എന്ത് കിട്ടും, 1 - 1023/1024. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1024 1023 വെച്ചാൽ 1/1024 എന്ന് കിട്ടി. 2-നെ 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ആണ് 1024. അപ്പോൾ അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി. 1024-നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 റൈസ് ടു 10. അപ്പോൾ 1024-നെ 1/2 റൈസ് ടു 10 എന്ന് എഴുതാം. സോ 1/2 റൈസ് ടു n ഈക്വൽ ടു 1/2 റൈസ് ടു 10. പവേഴ്സ് ഇക്വേറ്റ് ചെയ്താൽ n ഈക്വൽ ടു എന്ത് കിട്ടും, 10. അതായത് ആ GPയുടെ 10 ടേംസിന്റെ സം ആണ് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് tan x യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. പബ്ലിക് എക്സാമിനേഷനും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 2 പാർട്ട് ഉണ്ടാകും. അതിൽ ഒരു പാർട്ട് യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് tan x, sin x, cos x ഇത്തരത്തിൽ ചോദിക്കാം. സൈനും കോസുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, പക്ഷെ ഇപ്പോൾ tan x ചോദിച്ചു. സോ അതെങ്ങനെ കണ്ടെത്തും? f of x ഈക്വൽ ടു tan x. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h മൈനസ് f of x by h. f of x എന്ന് പറഞ്ഞാൽ tan x ആണ്. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 ഇവിടെ എന്ത് വരും, tan x plus h മൈനസ് tan x by h. tan എന്ന് പറഞ്ഞാൽ sin by cos. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, sin x plus h by cos x plus h മൈനസ് tan എന്ന് പറഞ്ഞാൽ sin by cos by h. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് അങ്ങോട്ട് എടുക്കുന്നു, ഇത് അങ്ങോട്ട് എടുക്കുന്നു, അപ്പോൾ ഈ ടേം കിട്ടും. ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു ഇത് ബൈ h എന്ന് പറഞ്ഞാൽ അതും ഡിനോമിനേറ്ററിൽ തന്നെ വരും. ഓക്കെ, എഴുതി പഠിക്കണം. ന്യൂമറേറ്ററിൽ മറ്റൊരു ഫോർമുല sin a cos b മൈനസ് cos a sin b എന്ന് പറഞ്ഞാൽ sin a മൈനസ് b. അപ്പൊ sin a എന്ന് പറഞ്ഞാൽ x പ്ലസ് h മൈനസ് b എന്ന് പറഞ്ഞാൽ x ബൈ ഡിനോമിനേറ്റർ അതുപോലെ എക്സും മൈനസ് എക്സും ബൈ മേളിൽ sin h. അടുത്ത ഈ sin h ബൈ h അതിനെ ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കുക, ബാക്കിയുള്ളതിന് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ h-ന് 0 എടുത്താൽ 1/cos സ്ക്വയർ. 1/cos സ്ക്വയർ എന്ന് പറഞ്ഞാൽ sec സ്ക്വയർ x. ഓക്കെ, എഴുതി പഠിക്കുക, എങ്കിൽ മാത്രമേ കൃത്യമായി എഴുതി ഫലിപ്പിക്കാൻ പറ്റുകയുള്ളൂ.
Next we have to find derivative of x plus cos x by tan x. ക്വോഷ്യന്റ് റൂൾ യൂസ് ചെയ്ത് ഡെറിവേറ്റീവ് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് സാധാരണ എല്ലാ വർഷവും ചോദിക്കാറ്. ഈ വർഷവും അത് പ്രതീക്ഷിക്കാം. ക്വോഷ്യന്റ് റൂൾ അറിയാലോ, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. എന്താണ് ഫോർമുല? ഡിനോമിനേറ്റർ താഴെ ഇരിക്കുന്ന അതുപോലെ മേളിലിരിക്കുന്നവന്റെ ഡെറിവേറ്റീവ് മൈനസ് മേളിലിരിക്കുന്നത് അതുപോലെ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ അടുത്തെഴുതണം. ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്നവന്റെ സ്ക്വയർ. ഇങ്ങനെ പഠിക്കൂ, മനസ്സിലാക്കി പഠിക്കൂ. എഫും ജിയും കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് കോസ് എക്സ് ബൈ ടാൻ എക്സ് എന്തുവരും? താഴെ ഇരിക്കുന്നത് അതുപോലെ. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് മേളിലിരിക്കുന്നത് മൈനസ് മേളിലിരിക്കുന്നത് അതുപോലെ. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് താഴെ ഇരിക്കുന്നത് ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ താഴെ ഇരിക്കുന്നവന്റെ സ്ക്വയർ. ഇത്രയും ചെയ്താൽ തന്നെ 1.5 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് വരെ കിട്ടും. ഇനി ടാൻ എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1, കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ്. അടുത്ത സെന്ററിലെ മൈനസ് അതുപോലെ, ഇത് അതുപോലെ. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് തൊട്ട് മേളിൽ കണ്ടെത്തി സി സ്ക്വയർ എക്സ് ബൈ ടാൻ സ്ക്വയർ എക്സ് വിച്ച് ഈസ് ദ ആൻസർ. കൂടുതലൊന്നും സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഫൈൻഡ് മീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഇതെല്ലാം കണ്ടെത്തണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വർഷം മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ അതുകൂടെ പബ്ലിക് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് നിർബന്ധം പഠിക്കണം, അതും കൂടെ പഠിക്കണം. ഓക്കെ, ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പാടില്ല സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ ഉള്ള കാര്യങ്ങൾ. കാരണം 6 മാർക്കിന്റെ ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. ബാക്കി എസ്എ ക്വസ്റ്റ്യൻസ് ആരാണ്? ട്രിഗണോമെട്രി, ലിമിറ്റ്, സീക്വൻസ് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ക്ലാസ് എന്ന് എഴുതിയിട്ട് ഈ ഇന്റർവെൽസ് എഴുതുക താഴോട്ട്. അടുത്ത ഫ്രീക്വൻസി, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസി എഫ് എന്ന് കൊടുക്കുക, ഇത് എഴുതുക. അടുത്ത എക്സ് വാല്യൂ മിഡ് വാല്യൂ. ക്ലാസ് ഇന്റർവെലിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആഡ് ചെയ്യുക, അതിന്റെ ഹാഫ് എടുക്കുക. 10ഉം 20ഉം കൂട്ടിയാൽ 30, 30ന്റെ പകുതി 15, 20ഉം 30ഉം കൂട്ടിയാൽ 50, അതിന്റെ പകുതി 25, 30, 40, 70, അതിന്റെ പകുതി 35, ഒരു 10 കൂട്ടി എഴുതുക. അങ്ങനെ 70ഉം 80ഉം കൂട്ടിയാൽ 150, അതിന്റെ പകുതി 75. എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ, ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2, അതാണ് ഫോർമുല. അടുത്ത് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഫ് ഇൻറ്റു എക്സ് എഴുതുക. 2 × 15 30, 3 × 25 75, 8 × 35 280. കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ മതി. 14 × 45 630. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സിഗ്മ എഫ് എക്സ്, അത് 1800. ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്യാപിറ്റൽ എൻ, സം ഓഫ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് 40. അടുത്ത് നിങ്ങൾ കാണേണ്ടത് എക്സ് സ്ക്വയർ. ഈ കോളത്തിന്റെ സ്ക്വയർ കണ്ടുകൂടെ എഴുതുക. എന്നിട്ട് ഈ കോളവും ആദ്യത്തെ കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എഫും എക്സ് സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 8000 അല്ലെ 88,600 അല്ലെ. എഫ് എക്സ് സ്ക്വയർ എല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് മീൻ കാണുന്ന ഫോർമുല അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. 1800/40 എന്ത് കിട്ടി? 45. വേരിയൻസ് കാണുന്ന ഫോർമുല സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അങ്ങനെ പഠിച്ചാൽ മതി. ഇത് എക്സ് ബാർ ആണ് കേട്ടോ. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് അവസാനം കിട്ടി 88,600. അടുത്ത് ബൈ 40 മൈനസ് എക്സ് ബാർ 45 ആണല്ലോ, അവന്റെ സ്ക്വയർ 2215 മൈനസ് 45ന്റെ സ്ക്വയർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 190 എന്ന് കിട്ടും. ഇതാണ് വേരിയൻസ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് വേരിയൻസ്, ദാറ്റ് ഈസ് റൂട്ട് 190, ദാറ്റ് ഈസ് ഈക്വൽ ടു 13.78. മിക്കവാറും എല്ലാ കുട്ടികളും കൃത്യമായി ആൻസറിലേക്ക് എത്തിയ ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കാനാണ് സാധ്യത. തീർച്ചയായും 1-2 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിലും സിലബസ് ഭംഗിയായി പഠിച്ച ഒരു കുട്ടിക്ക് തീർച്ചയായും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പബ്ലിക് എക്സാമിനേഷനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.